നമസ്കാരം. വൈദികനായിരിക്കെ കൊട്ടിയൂരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഫാദർ റോബിൻ വടക്കുംചേരിക്ക് കിട്ടിയ ശിക്ഷാ ഇളവാണ് ഇന്ന് കേരളം ഈ വാർത്താ പകലിന്റെ ആദ്യ പകുതിയിൽ ചർച്ച ചെയ്ത വാർത്ത. ഇതോടൊപ്പം ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി അറിയാം. ഒപ്പം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ കടക്കും തത്സമയം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുന്നു 24 വാർത്ത. 24 വാർത്തയിലേക്ക് വിശദമായി. കൊട്ടിയൂർ പീഡനക്കേസ് പ്രതി റോബിൻ വടക്കുംചേരിയുടെ ശിക്ഷ ഇളവ് ചെയ്തു നൽകിയതാണ് ഇന്ന് ഇതുവരെയുള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 20 വർഷം തടവ് ശിക്ഷയാണ് 10 വർഷമാക്കി കുറച്ചത്. ഹൈക്കോടതിയാണ് ശിക്ഷാ ഇളവ് നൽകിയത്. പിഴയൊടുക്കേണ്ട തുക 1 ലക്ഷമാക്കിയും കുറച്ചിട്ടുണ്ട്. പോക്സോ വകുപ്പും ബലാത്സംഗ കുറ്റവും നിലനിൽക്കും. ഇടവക വികാരി എന്ന അധികാരം ഉപയോഗിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കുറ്റവും ഹൈക്കോടതി ഒഴിവാക്കിയിരിക്കുകയാണ്. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീകാന്ത്. ഞെട്ടലോടെ കേട്ട വാർത്തയാണ് കേരളം ഇന്ന് ഈ കൊട്ടിയൂർ പീഡനക്കേസിൽ. ഇതുവരെ ഉണ്ടായിട്ടുള്ള കൂറുമാറ്റമടക്കമുള്ള ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്? ഗുഡ് ആഫ്റ്റർനൂൺ സുജയ. ഏറെ വിവാദമായ, ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസ് അട്ടിമറിക്കാൻ പല തലത്തിൽ ശ്രമങ്ങൾ നടന്ന കേസാണ് കൊട്ടിയൂർ പീഡനക്കേസ്. ആ കേസിൽ ഇന്ന് ഹൈക്കോടതിയിൽ പ്രതി ഫാദർ റോബിന് അനുകൂലമായി വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇയാൾക്ക് 20 വർഷവും തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ച തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. പകരം 10 വർഷം തടവും ഒപ്പം 1 ലക്ഷം രൂപ പിഴയും എന്ന രീതിയിലേക്ക് അത് കുറച്ചു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പോക്സോ കേസും ബലാത്സംഗ കേസും ഇയാൾക്കെതിരെ നിലനിൽക്കും എന്നുള്ള കാര്യവും കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് അനുകൂലമായ ഘടകം തന്റെ ഔദ്യോഗിക പദവി, വികാരി എന്ന രീതിയിലുള്ള തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത പെൺകുട്ടിയെ പീഡനത്തിന് വിധേയയാക്കി എന്നുള്ളതായിരുന്നു റോബിനെതിരായ ആരോപണം. നേരത്തെ തലശ്ശേരി സെഷൻസ് കോടതി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതും. പക്ഷേ ആ ഒരു കണ്ടെത്തൽ ഇന്ന് ഹൈക്കോടതി ഒഴിവാക്കിയിരിക്കുകയാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണം ഹൈക്കോടതി ഒഴിവാക്കിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ഈ ആശ്വാസകരമായ വിധി കിട്ടിയിരിക്കുന്നത് കോടതിയിൽ നിന്നും. എന്തായാലും റോബിൻ ഇതിനു മുൻപ് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങളുമായി സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചിരുന്നു. പക്ഷേ എങ്ങു നിന്നും അനുകൂലമായ വിധി ഇയാൾക്ക് കിട്ടിയിരുന്നില്ല. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും 10 വർഷമാക്കി ശിക്ഷാ കാലാവധി കുറച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. ഇനി സംസ്ഥാന സർക്കാരാണ് ഈ വിഷയത്തിൽ അപ്പീൽ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇതുവരെയും സർക്കാർ അഭിഭാഷകരിൽ നിന്നും ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ശരി, ഇതിന്റെ തുടർ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും കേരളം ചർച്ച ചെയ്ത ഇതുപോലൊരു വാർത്തയിൽ, സംഭവത്തിൽ. ശ്രീകാന്ത്, ആ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും എത്താം. തൽക്കാലം നമ്മൾ വിട പറയുന്നു. കൊട്ടിയൂർ കേസിന്റെ നാൾ വഴിയിലേക്കാണ് 24 വാർത്ത ഇനി കടക്കുന്നത്. എന്താണ് സംഭവിച്ചത്? കൊട്ടിയൂരിൽ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുകയാണോ? കേസ് അട്ടിമറിക്കപ്പെടുകയാണോ ഇത്രയും കാലയളവിനിടയിൽ ഉണ്ടായത്? നമുക്ക് നോക്കാം. പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാകുന്നത് 2016-ലാണ്. 2016 മുതലുള്ള സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ 2016 മുതൽ ഈ പെൺകുട്ടിയെ തുടർച്ചയായി ചൂഷണം ചെയ്ത് വരികയായിരുന്നു ഫാദർ റോബിൻ വടക്കുംചേരി. ഈ പെൺകുട്ടിയുടെ ഗർഭിണിയായ ശേഷമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗർഭിണിയായപ്പോഴാണ് ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം കൂത്തുപറമ്പ് ക്രിസ്തുരാജ ആശുപത്രിയിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു. അവിടെ പ്രസവം നടക്കുന്നു. ഈ പ്രസവം നടന്നതിന് ശേഷമുള്ള ഈ കാര്യങ്ങൾ, ഈ പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഇത്തരത്തിൽ പ്രസവത്തിനായി ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് ചൈൽഡ് ലൈൻ പോലീസിന് ഇക്കാര്യങ്ങൾ രഹസ്യമായി തന്നെ കൈമാറുന്നത്. 2017 ഫെബ്രുവരി 26 വരെ ഈ പരാതിയിൽ ഒരു കേസെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. ഫെബ്രുവരി 26-നാണ് ഈ പരാതിയിൽ കേസെടുക്കുന്നത്. അതിനുശേഷമാണ് ഇത് കൂടുതൽ മാധ്യമ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഫെബ്രുവരി 28 ആകുമ്പോഴേക്കും പ്രതിഷേധങ്ങൾ കടുക്കുന്നു. ഫാദർ റോബിൻ വടക്കുംചേരി അറസ്റ്റിലാവുകയാണ് 2017 ഫെബ്രുവരി 28-ന്. ആശുപത്രി അധികൃതരടക്കം ഈ പെൺകുട്ടിയുടെ പ്രസവം, അതുപോലെ തന്നെ ഗർഭിണിയായിരുന്ന കാലത്തെ ചികിത്സ, ഇതൊക്കെ മറച്ചുവെച്ച് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നതാണ്. ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആശുപത്രി അധികൃതരടക്കം 10 പേരെ കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ്. വിടുതൽ ഹർജി നൽകുന്നു. വിടുതൽ ഹർജിയിൽ സുപ്രീം കോടതി ഈ ആശുപത്രി അധികൃതരെ കുറ്റമുക്തരാക്കി വിട്ടയക്കുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. 2018-ലാണ് ഈ കേസിന്മേൽ വിചാരണ തുടങ്ങുന്നത്. 2018 ഓഗസ്റ്റ് 1-ന് കേസിൽ വിചാരണ തുടങ്ങുന്നു. വിചാരണ നേരിട്ടത് റോബിൻ വടക്കുംചേരി അടക്കം 7 പ്രതികളാണ്. ഫാദർ റോബിൻ വടക്കുംചേരിയെ വിചാരണയ്ക്ക് വിധേയനാക്കുന്നു. ഈ വിചാരണക്കിടയിലും ചില നാടകീയമായ വഴിത്തിരിവുകൾ നമ്മൾ കാണുന്നു. ഈ പെൺകുട്ടിയും മാതാപിതാക്കളുമൊക്കെ ഏറെ സമ്മർദ്ദങ്ങൾക്ക് വശംവദരായി എന്നുള്ള കാര്യം അപ്പോൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. വിചാരണക്കിടെ പെൺകുട്ടിയും മാതാപിതാക്കളും ഈ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കൂറുമാറുന്നതാണ് നമ്മൾ കാണുന്നത്.
7 മാസമാണ് ഈ വിചാരണ നീണ്ടത്. അതിനിടയിൽ ഒരുപാട് സാക്ഷികളൊക്കെ കോടതിക്ക് മുന്നിലെത്തി. 38 സാക്ഷികളെയാണ് ഈ കേസിൽ വിസ്തരിച്ചത് 7 മാസം നീണ്ട വിചാരണയ്ക്കിടെ. 2019 കോടതി ഇതിലൊരു വിധി പ്രസ്താവിക്കുന്നത്. 2019 ഫെബ്രുവരി 16 ഫാദർ റോബിൻ വടക്കുംചേരി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തുന്നു. മറ്റ് 6 പേരെയും കോടതി വെറുതെ വിട്ടുകയാണ്. അതായത് സഹായികളായി നിന്ന ആളുകളെ വെറുതെ വിടുകയാണ് ചെയ്തത്. റോബിൻ വടക്കുംചേരിയുടെ ശിക്ഷാവിധി എന്തായിരുന്നു? കോടതി അന്ന് വിധിച്ച ശിക്ഷ, അതിലാണ് ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത്. ആ ശിക്ഷ എന്താണെന്ന് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. റോബിൻ വടക്കുംചേരിക്ക് 20 വർഷത്തെ കഠിന തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. അതിനുശേഷം വീണ്ടും അടുത്ത ട്വിസ്റ്റ് ഈ കേസിൽ ഉണ്ടാവുകയാണ്. 2020 ജൂലൈ 15 ആകുമ്പോൾ ഈ പെൺകുട്ടി നേരത്തെ തന്നെ കൂറുമാറിയതാണ്. അതിനുശേഷം ഒരു ഹർജിയുമായി കോടതിയിലേക്ക് വരികയാണ്. പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അനുവദിക്കണമെന്നാണ് ഫാദർ റോബിൻ വടക്കുംചേരി ഹൈക്കോടതിയെ സമീപിച്ച് ആവശ്യപ്പെട്ടത്. ഈ അപേക്ഷ സമർപ്പിച്ചത് ഫാദർ റോബിൻ വടക്കുംചേരിയും പെൺകുട്ടിയും ഒരുമിച്ചാണ്. അതായത് ഒരുപാട് ട്വിസ്റ്റുകൾ കണ്ട കേസാണ്. ഇപ്പോൾ കോടതിയിൽ നിന്നും ഈ ഫാദർ റോബിൻ വടക്കുംചേരിക്ക് അനുകൂലമായ ശിക്ഷ ഇളവ് നൽകിക്കൊണ്ടുള്ള വിധിയും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ കാണുന്നത്. ഈ വാർത്താ ദിനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി 24 വാർത്ത പോകുന്നത്. കർഷക പ്രക്ഷോഭങ്ങൾക്കിടെ മരിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിഷേധങ്ങൾക്കിടെ മരിച്ച കർഷകരുടെ കണക്ക് ലഭ്യമല്ല. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. എങ്ങനെയാണ് കൃഷി മന്ത്രാലയം ഇന്ന് ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത്. സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ഇന്ന് സിംഘുവിൽ ചേരുന്നുണ്ട്. 40 സംഘടനകളുടെ പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ബൽറാം നെടുങ്ങാടി. ഗുഡ് ആഫ്റ്റർനൂൺ സുജയ പാർവതി. ബൽറാം, ഈ കർഷകരുടെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? ലോക്സഭയിൽ അറിയിച്ച കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. സമരത്തിലുള്ള കർഷക സംഘടനകളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സമരത്തിനിടെ മരിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ പദ്ധതിയുണ്ടോ എന്ന ചോദ്യത്തിന് ലോക്സഭയിൽ കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ നൽകിയ മറുപടി ഇത്തരത്തിൽ സമരത്തിനിടെ കർഷകർ മരിച്ചതായി കണക്കുകൾ ലഭ്യമല്ല എന്നും അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരത്തിന്റെ ചോദ്യം ഉദിക്കുന്നില്ല എന്നുമാണ്. എന്തായാലും കർഷകർ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് കർഷകരുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. ഔദ്യോഗികമായ പ്രതികരണം ഇന്ന് 3 മണിക്ക് ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഉണ്ടാകും എന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഇത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കിസാൻ സഭ ഈ വിഷയത്തിൽ സർക്കാരിന്റെ മറുപടിയിൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് വൈകിട്ട് 4:30. എന്തായാലും സംയുക്ത കിസാൻ മോർച്ചയിലെ തന്നെ ഒരു വിഭാഗം കർഷകർ ഡൽഹി അതിർത്തികളിൽ നിന്നും സമരം സംസ്ഥാനങ്ങളിലേക്ക് മാറ്റണം എന്ന ഒരു അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഡൽഹി അതിർത്തികളിൽ തന്നെ സമരം തുടരണമെന്നാണ് വലിയൊരു വിഭാഗം കർഷക സംഘടനകളുടെയും നിലപാട്. ഇതോടൊപ്പം തന്നെ ഈ സർക്കാർ കഴിഞ്ഞ ദിവസം MSP ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു പാനൽ രൂപീകരിക്കുമെന്ന് അറിയിക്കുകയും തുടർന്ന് കർഷക സംഘടനകളെ ചർച്ചയ്ക്ക് ഇതിനായി 5 പേരുകൾ നാമനിർദ്ദേശം ചെയ്യാൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ചില കർഷക സംഘടനകളെ മാത്രമാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്ന പരാതിയും ഉയർന്നു വരുന്നുണ്ട്. ഈ സമിതിയിലേക്ക് പേരുകൾ നാമനിർദ്ദേശം ചെയ്യണോ അല്ലെങ്കിൽ ബഹിഷ്കരിക്കണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ പ്രാഥമിക തീരുമാനമുണ്ടാകും. അതിനുശേഷം ഡിസംബർ 4-ന് വിശാലമായ യോഗം സംയുക്ത കിസാൻ മോർച്ചയുടെ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വെച്ചായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടക്കുക. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച തുറന്ന കത്തിൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ഔദ്യോഗികമായി. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസംബർ 4-ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുകയും തുടർ സമര പരിപാടികൾ തീരുമാനിക്കുകയും ചെയ്യും. വ്യക്തമാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയും ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. 12 MP-മാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പാർലമെന്റിൽ ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചത്. രാജ്യസഭ ഈ പ്രതിഷേധത്തെ തുടർന്ന് 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാവിലെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങളുടെ ധർണയും നമ്മൾ കണ്ടു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം എത്തുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആർ കെ. ഇന്ന് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ പ്രതിഷേധ കാഴ്ചകളായിരുന്നല്ലോ. സുജയ, കഴിഞ്ഞ 2 ദിവസത്തേതിന് സമാനമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ
ഇന്ന് അല്പം കൂടി ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് ലോക്സഭയാണ് സാക്ഷ്യം വഹിച്ചത് എന്ന് പറയേണ്ടി വരും. ലോക്സഭയിൽ ഇപ്പോഴും നടപടികൾ പുരോഗമിക്കുമ്പോഴും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർത്തിയിട്ടുള്ളത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഈ കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർഷകരുടെ മിനിമം താങ്ങുവില അടക്കമുള്ള വിഷയങ്ങളും ഒക്കെ ഉയർത്തിയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. രാജ്യസഭാ നടപടികൾ രാവിലെ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ എംപിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർക്കെതിരെയുള്ള നടപടി പിൻവലിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. അവർ നടുത്തളത്തിൽ ഇറങ്ങുകയും മുദ്രാവാക്യം വിളിക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തി സമരം ചെയ്യുകയും ഒക്കെ ചെയ്തു. ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും ആണ് സഭ നിർത്തിവെച്ചിരിക്കുന്നത്. നിയമനിർമ്മാണ പ്രക്രിയയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഡാം സേഫ്റ്റി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കേണ്ടതാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡാം സേഫ്റ്റി ബില്ല്. ഇത് ഇന്നലെ മാറ്റിവെച്ചതാണ്. ഇന്ന് ഏതായാലും ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച പൂർത്തിയാക്കുമെന്നും പാസ്സാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നുമാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷവും വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സഭയെ മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ലോക്സഭയിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത്. വാടക ഗർഭപാത്ര നിയന്ത്രണ ബിൽ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കേണ്ടതുണ്ട്. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനിടെയായിരിക്കും ഈ നടപടികൾ നടക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭാ നടപടികൾ തുടങ്ങുമ്പോൾ വീണ്ടും പ്രതിഷേധത്തിനുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നത്. വീണ്ടും എത്താം ആർ രാധാകൃഷ്ണനിലേക്ക്. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായി, അത് എത്രത്തോളം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകി എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. പച്ചക്കറി വിലക്കയറ്റം നിയന്ത്രിക്കാൻ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ സംഭരണ കേന്ദ്രം ആരംഭിക്കുമെന്നാണ് കൃഷിമന്ത്രി പി പ്രസാദ് ഇന്ന് പറഞ്ഞത്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കാനുള്ള സാധ്യത സർക്കാർ പരിശോധിക്കുന്നുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗം കേരളം വിളിക്കും. ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറി സംഭരണ കേന്ദ്രം തുടങ്ങാൻ ആലോചിക്കുന്നതായും കൃഷിമന്ത്രി പി പ്രസാദ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അടിക്കടി ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോർട്ടികോർപ്പ്, VFPCK എന്നിവയെ ഇടപെടുത്തിക്കൊണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി സംഭരിച്ച് ഇവിടെ എത്തിക്കുന്നതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഈ ഏജൻസികളെല്ലാം ഇപ്പോൾ നിൽക്കുന്നത്. തനേഷ് തമ്പി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം എത്തുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ തനേഷ് തമ്പി. പച്ചക്കറി വില കുതിച്ചു കയറിയത് നമ്മൾ വാർത്തകളായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. തക്കാളിയുടെ വിലയൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥിരം സംവിധാനമായി സർക്കാർ ആലോചിക്കുന്നത് എന്തൊക്കെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ സുജയ. ഇപ്പോൾ പച്ചക്കറി വില അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കാരണമായി മന്ത്രി പി പ്രസാദ് ചൂണ്ടിക്കാണിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ സംഭരണ കേന്ദ്രങ്ങളിലെ വിലവർധനമാണ്. ഇത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു പ്രക്രിയയല്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പച്ചക്കറി സംഭരണശാലകളിലെല്ലാം തന്നെ ഉയർന്ന വിലയ്ക്കാണ് ഇപ്പോൾ പച്ചക്കറികൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർച്ച കേരളത്തിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഈ അയൽ സംസ്ഥാനങ്ങളിലെ കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറികൾ വാങ്ങുന്നതിനുള്ള സാധ്യതകളാണ് സർക്കാർ പരിശോധിക്കുന്നത്. ഹോർട്ടികോർപ്പ് ഇതുവരെ നടത്തിയിട്ടുള്ള ഇടപെടലുകളെല്ലാം തന്നെ ഫലപ്രദമാണ്. അയൽ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ വഴി, സർക്കാർ സംവിധാനങ്ങൾ വഴി പച്ചക്കറികൾ കർഷകരിൽ നിന്ന് നേരിട്ട് ഏറ്റെടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തെങ്കാശിയിൽ ഹോർട്ടികോർപ്പ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. തെങ്കാശിയിൽ ഒരു സംഭരണ കേന്ദ്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു ചർച്ച നടക്കുക. ഏതായാലും വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റം നിർത്താൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗം വിളിക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള ആലോചനയും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പച്ചക്കറി സംഭരണ കേന്ദ്രം തുടങ്ങാനാണ് ആലോചന. അതിനുവേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഹോർട്ടികോർപ്പ് കൂടുതൽ ഇടപെടലുകൾ സംസ്ഥാനത്ത് നടത്തും. അങ്ങനെ പച്ചക്കറി വില നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രി പി പ്രസാദ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പച്ചക്കറി വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ പച്ചക്കറി അടുക്കളയിലേക്ക് കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അത് പാചകം ചെയ്യേണ്ട പാചകവാതകത്തിന്റെ വില വീണ്ടും കൂടി എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിനാണ് 101 രൂപ കൂട്ടിയത്. ഇതോടെ സിലിണ്ടർ ഒന്നിന് വില 2095 രൂപ 50 പൈസയായി. പ്രതിമാസ വില പുനർനിർണ്ണയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. വിഷ്ണു സുരേഷ് നൽകും വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു സുരേഷ്, പാചകവാതക വില ഇപ്പോൾ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് 100 രൂപയിൽ പരം കൂട്ടുന്ന ഒരു സാഹചര്യം എത്രത്തോളം ഇത് വിപണിയിൽ മറ്റ് ഹോട്ടലുകളിലെ വില നിലവാരത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്?
സുജയ, ഹോട്ടൽ വ്യാപാരത്തെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധിക്ക് ശേഷം ഹോട്ടൽ മേഖല പതിയെ ഉണർന്നു വരികയാണ്. ഇതിനിടയിലാണ് വ്യാപകമായി ഇത്തരത്തിൽ വർധനവുണ്ടാകുന്നത്. പ്രതിമാസ വർധനവിന്റെ ഭാഗമായാണ് ഇന്ന് ഈ വാതകത്തിന് ഹോട്ടലിൽ ഉപയോഗിക്കുന്ന പാചകവാതത്തിന് 101 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം മാത്രം ഏകദേശം 700 രൂപയിലധികം വർധനവാണ് ഉണ്ടായിരിക്കുന്നതാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്, ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഇത് കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ മേഖലയെ കൊണ്ടെത്തിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഒരു ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വില 2095 രൂപയായി ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇത് 1000-ലും താഴെയായിരുന്നു. ഇത്തവണ അത് ഇരട്ടിയിലധികമായി മാറിയിരിക്കുന്നു. കടുത്ത പ്രതിസന്ധിയിലൂടെ ഹോട്ടൽ ഉടമകൾ കടന്നു പോകുകയാണ്. നമുക്ക് അവരോട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിക്കാം. ഏകദേശം 700 രൂപയിലധികം ഇത്തവണ ഈ വർഷം മാത്രം വർധനവ് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രതിഷേധങ്ങളിലേക്ക് പോകാനാണോ തീരുമാനം? കഴിഞ്ഞ 3 മാസം കൊണ്ട് ഇപ്പോൾ 500 രൂപയോളമാണ് നമ്മുടെ ഗ്യാസിൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പെട്രോളിയം കമ്പനികളുടെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു ധാർഷ്ട്യ സമീപനത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഞങ്ങളെപ്പോലുള്ള ഹോട്ടലുകാരോട് പെരുമാറുന്നത്. ഇത് നമുക്കറിയാം, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹോട്ടലുകളിലെ കച്ചവടം ഇപ്പം നിങ്ങൾക്ക് തന്നെ നേരിട്ട് നോക്കി കാണാൻ കഴിയും. ഇവിടെയൊക്കെ വളരെയധികം കച്ചവടം കുറവുള്ളൊരു സമയത്ത് ഒരു ദിവസം 1000-2000 രൂപയോളം അധിക ബാധ്യത ഒരു ഹോട്ടലുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് സംഘടന ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പോകുന്നത്. ഞങ്ങളൊരു വലിയ പാർലമെൻറ്റ് മാർച്ചിലേക്ക് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സുജിയ, അത് തന്നെയാണ്. അതായത് പാചകവാതകത്തിന്റെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ വില പ്രതിമാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയർന്നു വരുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായി പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെ നടത്താനാണ് നിലവിൽ ഈ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കോവിഡിന് ശേഷം ഈ ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിൽ ആളുകൾ എത്താത്തൊരു സാഹചര്യമുണ്ട്. നമുക്ക് ഈ MG റോഡുകളിലെല്ലാം തന്നെ ഈ ഹോട്ടലുകളിലെ സീറ്റുകളിലെല്ലാം ആൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പാചകവാതകത്തിനുണ്ടാകുന്ന വില ഉയർച്ച അത് ഈ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില ഉയർത്താതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് നിലവിൽ ഹോട്ടൽ ഉടമകൾ ഉള്ളത്. സുജയ. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഹോട്ടൽ ഉടമകളുടെ പ്രതിനിധികളുടെ പ്രതികരണത്തിലേക്കും വിഷ്ണു സുരേഷ് പോയി. താങ്ക് യു വിഷ്ണു. നമ്മൾ ഇനി പോകുന്നത് കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന 24 വാർത്താ സംഘം നേരിട്ടെത്തി അവിടുത്തെ ദുരവസ്ഥ എന്തെന്ന അധികൃതരെ ശ്രദ്ധയിലേക്ക് പെടുത്തിയ ഇടം അട്ടപ്പാടിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശിശുമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ അട്ടപ്പാടിയിലേക്ക് ഇടപെടലുമായി സംസ്ഥാന സർക്കാർ കൂടുതൽ ആംബുലൻസുകൾ അനുവദിക്കും. പട്ടികവർഗ പദ്ധതികളുടെ ഫണ്ട് വിനിയോഗത്തിന് ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി. അട്ടപ്പാടി സ്വദേശികളായ സർക്കാർ ഉദ്യോഗസ്ഥരെ തദ്ദേശീയമായി വിന്യസിക്കും. പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ഗോതമ്പിന് പകരം ആട്ട വിതരണം ചെയ്യും. ആരോഗ്യമേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ശനിയാഴ്ച പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. ദിലീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ ദിലീപ് കുമാർ. അട്ടപ്പാടിക്കുള്ള മാസ്റ്റർ പ്ലാൻ എന്തെന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. ഇന്ന് അക്കാര്യത്തിൽ വന്നിരിക്കുന്ന തീരുമാനങ്ങൾ ഏതു തരത്തിലാണ്? സുജിയ, ഇന്നിപ്പോൾ മാസ്റ്റർ പ്ലാന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിലും അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനടക്കമുള്ള നടപടികൾക്ക് ഈ ഉന്നതതല യോഗം രൂപം നൽകിയിട്ടുണ്ട്. അട്ടപ്പാടിയിലേക്ക് കൂടുതൽ ആംബുലൻസുകൾ അനുവദിക്കുന്നതിനുള്ള തീരുമാനമാണ് ഈ ഉന്നതതല സമിതി യോഗം പ്രധാനമായും കൈക്കൊണ്ടത്. അതോടൊപ്പം തന്നെ ഈ പട്ടികവർഗ പദ്ധതികളുടെ ഫണ്ട് വിനിയോഗത്തിന് ധനവകുപ്പിൻ്റെ പ്രത്യേക അനുമതി നൽകുന്നതിനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അവിടെയുള്ളവർക്ക് ഗോതമ്പിന് പകരം ആട്ട നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. 4-ാം തീയതി ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അട്ടപ്പാടിയിലെ ആരോഗ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4-ാം തീയതി പ്രത്യേക യോഗം ചേരുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അട്ടപ്പാടി സ്വദേശികളായ സർക്കാർ ഉദ്യോഗസ്ഥരെ തദ്ദേശീയമായി അവിടെ തന്നെ വിന്യസിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. മദ്യവർജന ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ നിലയിലുള്ള ചില സുപ്രധാന തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും അടുത്ത യോഗം, അതായത് 4-ാം തീയതിയിലെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ആ യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ യോഗത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ തദ്ദേശ ഭരണ മന്ത്രി MV ഗോവിന്ദൻ, ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, ഭക്ഷ്യമന്ത്രി GR അനിൽ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരും പങ്കെടുത്തിരുന്നു.
സുജയ. ദിലീപ് തുടരുക. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വീണ്ടും എത്താം. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മന്ത്രിസഭ ഇന്ന് കൈക്കൊണ്ട തീരുമാനങ്ങളുടെ ഹൈലൈറ്റ്സ്, പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ഗ്രാഫിക് സഹായത്തോടെ നമ്മൾ നോക്കുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വന്നിരിക്കുന്ന തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടവയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റെയിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് ത്രികക്ഷി കരാർ ഇന്നത്തെ യോഗമെടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം. 143 ലെവൽ ക്രോസുകളിൽ മേൽപ്പാലമോ അടിപ്പാലമോ വരുന്ന തരത്തിലായിരിക്കും പുതിയ നടപ്പാക്കൽ. അതോടൊപ്പം തന്നെ ശമ്പള പുനഃക്രമീകരണത്തിലെ അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളം തീരുമാനിക്കുന്നതിലെ കാര്യങ്ങൾ. KAS ഉദ്യോഗസ്ഥർക്കുള്ള അടിസ്ഥാന ശമ്പളം അത് 81,800 രൂപയായി നിജപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം. DA, HRA ഒപ്പം 10% ഗ്രേഡ് പേയും അനുവദിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായതിലെടുത്ത തീരുമാനം. തൊടുപുഴ അറക്കുളത്ത് മലയരയ സഭയ്ക്ക് ഒരു എയ്ഡഡ് കോളേജ് സ്ഥാപിക്കാനുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ട്. ഭക്ഷ്യ കമ്മീഷനിലേക്ക് സബീത ബീഗം അംഗമായി എത്തുന്നു. അതോടൊപ്പം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടത്താനുള്ള തീരുമാനത്തിലേക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗം എത്തിയിരിക്കുകയാണ്. ദിലീപ് കുമാർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. ദിലീപ് കുമാർ, മന്ത്രിസഭാ യോഗത്തിന്റെ ഹൈലൈറ്റ്സിലേക്ക് ഞാനൊന്ന് പോവുകയായിരുന്നു. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രധാനമായും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച നടന്നത്? സുജയ്, ഇന്നത്തെ മന്ത്രിസഭാ യോഗം പ്രധാനമായും ചർച്ച ചെയ്ത് സംസ്ഥാനത്ത് പല ലെവൽ ക്രോസുകളും അത് ദീർഘനേരം അടച്ചിടേണ്ടി വരുന്നതുകൊണ്ട് വലിയ തോതിലുള്ള യാത്രാക്കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. ആ യാത്രാക്കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായ തീരുമാനം. സംസ്ഥാനത്ത് 400-ൽ പരം ലെവൽ ക്രോസുകളാണുള്ളത്. ഇതിൽ 143 എണ്ണത്തിലാണ് വലിയ തോതിലുള്ള ഈ ഗതാഗതമുള്ളത്. ഈ ലെവൽ ക്രോസുകളുടെ എണ്ണം കുറച്ച് മേൽപ്പാലങ്ങളോ അല്ലെങ്കിൽ അടിപ്പാതകളോ ആക്കി അവിടങ്ങളിൽ മാറ്റുന്നതിനായി ത്രികക്ഷി കരാർ ഏർപ്പെടുന്നതിനുള്ള ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ത്രികക്ഷി കരാർ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും ചേർന്നാണ് ഈ കരാർ ഒപ്പിടുക. ഏതൊക്കെയാണ് ഈ ലെവൽ ക്രോസുകൾ, എവിടെയൊക്കെയാണ് മേൽപ്പാലങ്ങളും അടിപ്പാലങ്ങളും വേണ്ടി വരുന്നത് എന്നത് സംബന്ധിച്ച തീരുമാനം അത് സംബന്ധിച്ച കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പാണ് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അക്കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം പുതുതായി ഇപ്പോൾ KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരികയാണ്. ഈ KASലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിലും മറ്റാനുകൂല്യങ്ങളുടെ കാര്യത്തിലും തീരുമാനമെടുത്തിട്ടുണ്ട്. 81,800 രൂപയായിരിക്കും അടിസ്ഥാന ശമ്പളം. ഇവർക്ക് ഇത് കൂടാതെ DA, HRA കൂടാതെ 10% ഗ്രേഡ് പേ എന്നിവ അനുവദിക്കുന്നതിനുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. 18 മാസത്തെ പരിശീലനമായിരിക്കും ഈ KAS ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുക. ഇടുക്കി ജില്ലയിൽ അറക്കളം വില്ലേജിൽ ഐക്യമലയരയ സഭയ്ക്ക് ഒരു എയ്ഡഡ് കോളേജ് തുടങ്ങുന്നതിനുള്ള അനുമതിയും ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ബാധിച്ച് ചികിത്സയിലായ പ്രീതു ജയപ്രകാശിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുന്നതിനുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. സുജയ. ഓക്കെ, വ്യക്തമാണ്. താങ്ക് യു ദിലീപ് കുമാർ. നമ്മളിനി പോകുന്നത് ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലേക്കാണ്. കൂടുതൽ ഇളവുകൾ കൊടുക്കുന്നു ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർക്ക്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആവശ്യമില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. 10 വയസ്സിന് താഴെയുള്ളവർക്ക് RT-PCR പരിശോധന വേണ്ട. വെർച്വൽ ക്യൂവിനൊപ്പം പ്രസാദവും ബുക്ക് ചെയ്യാം. മറ്റെല്ലാ തീർത്ഥാടകരും 72 മണിക്കൂറിനുള്ളിലെടുത്ത കോവിഡ് നെഗറ്റീവ് RT-PCR സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 2 ഡോസ് വാക്സിനേഷൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുവരേണ്ടത്. സന്നിധാനത്ത് നിന്ന് VA ഗിരീഷ് നമുക്കൊപ്പം തത്സമയം എത്തുന്നു. VA ഗിരീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരിൽ കുഞ്ഞുങ്ങൾക്ക് ഇനി മുതൽ ഈ നിബന്ധനകളിലൊക്കെ ഇളവ് നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം വരികയാണല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശബരിമല മണ്ഡല മകരവിളക്ക് ദർശനത്തിനായിട്ട് കൂടുതൽ ഇളവുകൾ അനുവദിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വെർച്വൽ ക്യൂ വേണ്ട എന്നുള്ളൊരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. അതോടൊപ്പം 18 വയസ്സിന് താഴെയുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്ഥാപനത്തിന്റെ ID കാർഡ് ഉപയോഗിച്ച് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാം. അതോടൊപ്പം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തിയതാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് RT-PCR പരിശോധന വേണ്ട എന്നുള്ളത്. നേരത്തെ സർക്കാർ കാര്യത്തിൽ ഉത്തരവിറക്കിയെങ്കിലും എത്ര വയസ്സ് വരെ എന്നുള്ള സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഇപ്പോൾ അതിനും ഒരു പരിഹാരമായിരിക്കുന്നു. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് RT-PCR പരിശോധന വേണ്ട എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റെല്ലാ തീർത്ഥാടകരും 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 2 വാക്സിനേഷന്റെ രേഖ ഹാജരാക്കണം അല്ലെങ്കിൽ കരുതണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ ഉത്തരവ്. വെർച്വൽ ക്യൂവിനൊപ്പം തന്നെ പുതിയൊരു സംവിധാനം കൂടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം അരവണ പ്രസാദവും ഈ വെർച്വൽ ക്യൂവിനൊപ്പം ബുക്ക് ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം നിലയ്ക്കലിൽ കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ 3 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി അധികമായി നിലയ്ക്കലിൽ തുറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ദർശനത്തിന് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ തരത്തിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ കൂടി തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇവരുടെ എണ്ണം വർദ്ധിക്കും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും സർക്കാരും കാണുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുജയ, ശരി. വി എ ഗിരീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് കൂടുതൽ ഇളവുകൾ, അതോടൊപ്പം സൗകര്യങ്ങൾ കൂട്ടാനും തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിനെതിരെ പള്ളികളിൽ പ്രചാരണം നടത്തുമെന്ന് സമസ്ത. വിഷയത്തിൽ വിശ്വാസികളെ ബോധവൽക്കരിക്കുക തങ്ങളുടെ കടമയാണെന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. സർവകലാശാല നിയമനങ്ങളിൽ പോലുമില്ലാത്ത കടുംപിടുത്തമാണ് വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ കാട്ടുന്നതെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ആരോപിക്കുകയാണ്. ഈ വിഷയത്തിൽ പള്ളികളിൽ പ്രചാരണം നടത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് INL-ഉം KT ജലീലും ആരോപിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പ്രതികരണങ്ങൾ കേൾക്കാം. പള്ളിയിൽ വരുന്നവർ വിശ്വാസികളായിരിക്കും. വിശ്വാസികളെ സംബന്ധിച്ചുള്ള വഖഫ് സ്വത്ത് വിശ്വാസമുള്ളവർ സംരക്ഷിക്കണം എന്നതാണ് അവർ ആഗ്രഹം. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡ് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ വിശ്വാസമുള്ളവരായിരിക്കണം എന്നാണ് അവർ താല്പര്യം. ആ താല്പര്യത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല. ആ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കലല്ലേ നമ്മുടെ കടമ. ഇത് മതവിഷയമാണെന്ന് അവർ ബോധ്യപ്പെട്ടാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല. അവർക്ക് ഇത് രാഷ്ട്രീയമായി തോന്നുന്നത് അങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് അത്തരം ആളുകൾക്ക് കൂടി കാര്യങ്ങൾ നല്ല നിലയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് നമ്മുടെ പള്ളിയിൽ ഒരു ബോധനത്തിന്റെ ആവശ്യം. എല്ലാ മതസംഘടനകളും ഇക്കാര്യത്തിൽ ലീഗിന്റെ അഭിപ്രായം ഒരു കാരണവശാലും മുഖവിലക്കെടുക്കരുത്. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാം. അതിന് പള്ളികൾ വേദിയാക്കുന്നത് വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. അത് പല പള്ളികളിലും ഇപ്പോൾ നിലനിൽക്കുന്ന ഐക്യവും കൂട്ടായ്മയും നശിപ്പിക്കും. അതിലേക്ക് നമ്മളുടെ ആരാധനാലയങ്ങളെയും പള്ളികളെയും വഴി നടത്തരുത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പള്ളികളുടെ മേലുള്ള അട്ടിപ്പാറ അവകാശം ആരും തന്നെ മുസ്ലിം ലീഗിന് നൽകിയിട്ടില്ല. പള്ളികൾ ഏത് ആരാധനാലയങ്ങട്ടെ എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ ജനവിഭാഗങ്ങളും അവിടെ വരും, പ്രാർത്ഥന നടത്തും, പോകും. പക്ഷേ അത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ളൊരു വേദിയാക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ കേരളത്തിലുള്ള വിശ്വാസികളാവട്ടെ മറ്റു വിഭാഗങ്ങളാവട്ടെ അത് അനുവദിക്കാൻ പോകുന്നില്ല. ഇത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്കർ അലി നമുക്കൊപ്പമുണ്ട് മലപ്പുറത്ത് നിന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ അഷ്കർ അലി. പള്ളികളിൽ ഈ വഖഫ് ബോർഡ് നിയമനത്തിനെതിരെയുള്ള പ്രതിഷേധം വിശ്വാസികൾക്കുള്ള ബോധവൽക്കരണം എന്ന നിലയിൽ എത്തുന്നത് പോലും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇരുഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യതകൾ മങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിളിച്ചു ചേർത്ത, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വിവിധ മുസ്ലിം സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു ചേർത്ത മുസ്ലിം ലീഗ് നേതൃസമിതിയാണ് ഇത്തരത്തിലൊരു തീരുമാനം കൊണ്ടുവന്നത്. ഈ തീരുമാനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM സലാം പ്രഖ്യാപിക്കുകയും ചെയ്തു. അഥവാ ഈ വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ട സർക്കാർ നിലപാട്, ആ തീരുമാനം തിരുത്തണമെന്നാണ് ഈ സംഘടനകളുടെയൊക്കെ തന്നെ ആവശ്യം. ഈ ആവശ്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഈ യോഗശേഷം നേതാക്കൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഡിസംബർ 3-ാം തീയതി വെള്ളിയാഴ്ച ദിവസം പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോധവൽക്കരണം നൽകുമെന്നും ഈ കാര്യത്തിൽ സർക്കാരിനെതിരെയുള്ള നിലപാട് പള്ളികളോട് അറിയിക്കുമെന്നും നേതൃസംഗമത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഡിസംബർ 7-ാം തീയതി കോഴിക്കോടും തിരുവനന്തപുരത്തും ഇത്തരത്തിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ മതസംഘടനകളുടെ നേതൃത്വത്തിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുള്ള കാര്യവും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു പ്രസ്താവന വലിയൊരു വിവാദമായിരിക്കുന്നത്. അഥവാ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വഖഫ് ബോർഡ് നിയമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അത് രാഷ്ട്രീയമായ കാര്യമാണ്. അതൊരിക്കലും പള്ളികളിലേക്ക് എത്തിക്കരുത് എന്നാണ് ഇപ്പോൾ ഉയർന്ന വിമർശനം. മുൻ മന്ത്രി KT ജലീൽ അടക്കം അതുപോലെ തന്നെ INL ഉൾപ്പെടെയുള്ളവർ PM സലാമിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. എന്നാൽ PM സലാമിന്റെ പ്രസ്താവന അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ സമസ്ത നേതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ്. സുജയ, അഷ്കർ അലിയാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. താങ്ക് യു അഷ്കർ. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര യാത്രക്കാർക്കുള്ള പുതുക്കിയ കേന്ദ്ര സർക്കാർ മാർഗരേഖ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര യാത്രക്കാർ യാത്ര ആരംഭിക്കും മുൻപ് എയർ സുവിധ പോർട്ടലിൽ 14 ദിവസത്തെ യാത്രാ വിശദാംശങ്ങൾ, 72 മണിക്കൂറിനകമെടുത്ത നെഗറ്റീവ് RT-PCR ടെസ്റ്റ് റിപ്പോർട്ട്, വിശ്വാസ്യത ഉറപ്പാക്കിയുള്ള സത്യവാങ്മൂലം എന്നിവ അപ്ലോഡ് ചെയ്യണം. തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ നടപടിയുണ്ടാകും. ദക്ഷിണാഫ്രിക്ക, UK, ബ്രസീൽ, ഇസ്രയേൽ അടക്കമുള്ള 12 ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കർശന നിബന്ധനകളാണ് ഉള്ളത്. യാത്രയ്ക്ക് മുൻപ് കോവിഡ് പരിശോധന നടത്തണം. ഫലം ലഭിച്ച ശേഷം
ശേഷമേ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയൂ. നെഗറ്റീവ് ആയാൽ 7 ദിവസം ഹോം ക്വാറന്റീനിൽ കഴിയണം. 8ാം ദിവസം വീണ്ടും പരിശോധനയുണ്ടാകും. നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത 7 ദിവസം സ്വയം നിരീക്ഷണത്തിൽ തുടരണമെന്നാണ് കേന്ദ്ര സർക്കാർ പുതുക്കിയ മാർഗരേഖയിൽ പറയുന്നത്. സംസ്ഥാനത്ത് 2ാം ഡോസ് കോവിഡ് വാക്സിൻ എടുക്കാൻ വിമുഖത. 2ാം ഡോസ് വാക്സിൻ എടുക്കാത്തവരുടെ പട്ടിക തയ്യാറാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് സർക്കാർ നിർദ്ദേശിച്ചു. തദ്ദേശ ഭരണ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി വാർഡ് തലത്തിൽ പരിശോധന നടത്തി പട്ടിക തയ്യാറാക്കണം. ഇവർക്ക് നിർബന്ധമായും വാക്സിൻ നൽകണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. VA ഗിരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ എടുക്കുന്നതിൽ 2ാം ഘട്ട വാക്സിൻ എടുക്കുന്നതിൽ വലിയ തരത്തിലുള്ള വിമുഖത ജനങ്ങൾ കാട്ടുന്നതായാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. 1ാം ഘട്ട വാക്സിനേഷനിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും 1ാം ഘട്ട വാക്സിനേഷൻ എടുക്കാൻ തയ്യാറായിരുന്നു. ഇതനുസരിച്ച് 1ാം ഘട്ട വാക്സിനേഷൻ ഏതാണ്ട് 98% അടുക്കുകയും ചെയ്യുന്നു. എന്നാൽ 2ാം ഘട്ട വാക്സിനേഷൻ 1ാം ഘട്ടത്തിൽ വാക്സിൻ സ്വീകരിച്ചവർ 2ാം ഡോസ് എടുക്കുന്നത് വലിയ തരത്തിലുള്ള വിമുഖത കാട്ടുന്നുവെന്നാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2ാം ഡോസ് വാക്സിൻ എടുക്കാത്തവരുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരോഗ്യ തദ്ദേശഭരണ വകുപ്പുകളുടെ സംയുക്തമായിട്ടായിരിക്കണം ഇത്തരത്തിൽ ഒരു പട്ടിക തയ്യാറാക്കേണ്ടത്. വാർഡ് തലത്തിൽ ഇതിനുള്ള പട്ടിക തയ്യാറാക്കണം. 2ാം ഡോസ് വാക്സിൻ ഇനി ആരൊക്കെ എടുക്കാനുണ്ട് എന്ന് വാർഡ് തലത്തിൽ ആശാവർക്കർമാരുടെ സഹായത്തോടുകൂടി കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ഇക്കാര്യത്തിൽ ചില മുൻഗണനാ പട്ടിക തയ്യാറാക്കണം. ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള മുൻഗണനാ പട്ടിക തയ്യാറാക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതും വാർഡ് തലത്തിൽ തന്നെയാണ്. ഇതിൽ ഇപ്പോൾ കോവാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് എടുത്തവർ 16 ആഴ്ചയ്ക്ക് മുകളിലുള്ളവർ ആരൊക്കെ, അതോടൊപ്പം തന്നെ 15 ആഴ്ചയ്ക്കും 16 ആഴ്ചയ്ക്കും ഇടയിലുള്ളവർ, ഇത് 12 ആഴ്ചയ്ക്ക് ഇടയിലുള്ളവർ തുടങ്ങി ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പട്ടിക തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോവാക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ 6 ആഴ്ചയ്ക്ക് മുകളിലുള്ളവർ, 5 ആഴ്ചയ്ക്കും 6 ആഴ്ചയ്ക്കും ഇടയ്ക്കുള്ളവർ, 4 ആഴ്ചയ്ക്കും 5 ആഴ്ചയ്ക്കും ഇടയ്ക്കുള്ളവർ എന്നിങ്ങനെ ഒരു മുൻഗണനാ ക്രമം നൽകി പട്ടിക തയ്യാറാക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. ഇതനുസരിച്ച് ഈ 2ാം ഡോസ് വാക്സിൻ എടുക്കാനുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് ഇവർക്ക് വാക്സിൻ നൽകുന്നതിന് വേണ്ടി വാക്സിനേഷൻ ക്യാമ്പുകൾ ആരോഗ്യവകുപ്പിൻ്റെ സഹായത്തോടുകൂടി ക്രമീകരിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഓരോ ആശാവർക്കർമാർ മാത്രമേ ഉള്ളൂവെങ്കിൽ പകരം ആൾക്കാരെ പുതിയതായി ഇതിനായി കണ്ടെത്തണമെന്നും സർക്കാർ നിർദ്ദേശിക്കുന്നു. എല്ലാവർക്കും 2ാമത്തെ ഡോസ് വാക്സിൻ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും സർക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഈ നിർദ്ദേശം നൽകിക്കൊണ്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. 2ാം ഡോസ് വാക്സിൻ എടുക്കാൻ ആരും വിമുഖത കാട്ടേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. 1ാം ഡോസ് വാക്സിൻ എടുത്തവർ ആ സമയബന്ധിതമായി തന്നെ 2ാം ഡോസ് വാക്സിൻ എടുക്കണം. ഇവരെ നിർബന്ധിച്ച് വാക്സിൻ എടുപ്പിക്കണം എന്നുള്ളതാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ആദിവാസി കുഞ്ഞിന് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ. കുഞ്ഞിന് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. അടിയന്തരമായി സ്കാനിംഗ് നടത്തണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 24 ആണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. തലയിലെ മുഴയ്ക്ക് ചികിത്സ തേടിയെത്തിയ പത്തനംതിട്ട റാന്നി സ്വദേശിയായ 4 വയസ്സുകാരനാണ് ചികിത്സ നിഷേധിച്ചെന്ന പരാതി ഉയർന്നത്. വിനീത വിജി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും തത്സമയം. ഗുഡ് ആഫ്റ്റർനൂൺ വിനീത വിജി. വാർത്ത മരുന്നെത്തിക്കുന്ന തരത്തിലേക്ക്, ചികിത്സ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് മാറിയതിൽ നമുക്കും അഭിമാനിക്കാം. ഈ കുഞ്ഞിനുള്ള ചികിത്സയിൽ എങ്ങനെയായിരിക്കും സർക്കാരിന്റെ ഇടപെടൽ? ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പിന്റെ വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും സുജയ, ഈ ഒരു വാർത്ത നമ്മൾ നൽകി ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടു. യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല, ഈ സഹായം ഉടനെ തന്നെ എത്തിക്കാവുന്ന അടക്കമുള്ള ഒരു വാഗ്ദാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവർക്ക് സാമ്പത്തികമായ അടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. നമ്മളോടക്കം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ പോലും തങ്ങളുടെ കയ്യിൽ പണമില്ല എന്നത് തന്നെയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് തന്നെയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അടിയന്തരമായി കുഞ്ഞിന് ഈ സ്കാനിംഗ് നടത്തി മികച്ച ചികിത്സ, അത് എന്തുതന്നെയായാലും മികച്ച ഒരു ചികിത്സ കുട്ടിക്ക് ഏത് രീതിയിൽ നൽകാൻ കഴിയുമോ അതിനനുസരിച്ച് നൽകണമെന്നൊരു നിർദ്ദേശവും ആശുപത്രി അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 8 ദിവസമായി ഈ കുഞ്ഞ് SAT ആശുപത്രിയിൽ എത്തിയിട്ട് മൂക്കിൽ നിന്നടക്കം രക്തം സ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തലയിലെ മുഴയ്ക്ക് ചികിത്സ തേടിയാണ് എത്തിയിരുന്നത്. എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ സ്കാനിങ്ങിനും മറ്റുമായി കൊണ്ടുപോയപ്പോൾ ഈ സ്കാനിംഗ് ചെയ്യുന്ന മെഷീൻ കേടായിരുന്നു എന്നാണ് ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് അത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് ആശുപത്രി അധികൃതർ
എത്തിയില്ല എന്നതുള്ളത് തന്നെയാണ്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തുകഴിഞ്ഞാലും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും വലിയൊരു ആശങ്കയ്ക്ക് തന്നെയാണ് നമ്മൾ വാർത്ത നൽകിയതോടുകൂടി പരിഹാരമായിരിക്കുന്നത്. ഒപ്പം തന്നെ റാന്നി MLA പ്രമോദ് നാരായണനും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നാളെ അടിയന്തരമായി ജില്ലയിൽ SC പ്രൊമോട്ടർമാരുടെ ഒരു യോഗം വിളിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ആദിവാസി കുടുംബങ്ങൾക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് MLAയും വ്യക്തമാക്കിയിട്ടുണ്ട്. സുജയ. ശരി വിനിത, ഇത്തരം വാർത്തകൾ നമുക്ക് തുടർന്നും നൽകി കൂടുതൽ ജീവിതങ്ങളിൽ ഇടപെടലുകൾ നടത്താം. താങ്ക് യു. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ബിഗ് ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. PWD ജീവനക്കാർ മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകരുതെന്ന വിവാദ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് വാർത്തയായത്. അതപ്പോൾ ചർച്ചയാവുകയും ചെയ്തു. ഇപ്പോൾ ആ ഉത്തരവ് റദ്ദാക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. 2017 ഉത്തരവ് പുതുക്കിയത് മന്ത്രി അറിയാതെ എന്നാണ് വിശദീകരണം. ഉത്തരവിറക്കിയ ചീഫ് എഞ്ചിനീയറോട് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിശദീകരണം തേടി. 24 വാർത്തയെ തുടർന്നാണ് നടപടി. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത VA ഗിരീഷ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. VA ഗിരീഷ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മന്ത്രിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? സുജയ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വിവാദ സർക്കുലർ പുറത്തിറങ്ങിയത്. അതായത് പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാർ നിവേദനങ്ങളോ അപേക്ഷകളോ നേരിട്ട് മന്ത്രിക്ക് നൽകാൻ പാടില്ല, അങ്ങനെ നൽകിയാൽ കർശനമായ അച്ചടക്ക നടപടി എടുക്കും എന്നുള്ളതായിരുന്നു ഈ സർക്കുലർ. പൊതുമരാമത്ത് വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ഭരണവിഭാഗമാണ് ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ സർക്കുലർ പുറത്തിറക്കിയത്. തുടർന്നാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ കാര്യം അന്വേഷിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 2017 ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറങ്ങിയതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പ്പെട്ടു. എന്നാൽ ഇത് പുതുക്കി ഇറക്കാൻ ആരും തന്നെ നിർദ്ദേശം നൽകിയിരുന്നില്ല. മന്ത്രി അറിയാതെ അല്ലെങ്കിൽ മന്ത്രിയോട് ആലോചിക്കാതെ ഇത്തരത്തിലൊരു ഉത്തരവ് ഏത് സാഹചര്യത്തിലാണ് പുതുക്കി ഇറക്കിയത് എന്നുള്ള കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ചീഫ് എഞ്ചിനീയറോട് മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വിവാദ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. സുജയ. ഗിരീഷ്, അതായത് ഈ ഉത്തരവിൽ ഉള്ളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മന്ത്രിക്ക് നേരിട്ട് ജീവനക്കാർ പരാതി നൽകി തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ പഴയ ഉത്തരവ് പുതുക്കി എന്നുള്ളതിൽ ആ ഒരു വിശദീകരണത്തിൽ നിൽക്കുമോ കാര്യങ്ങൾ? സുജയ, ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ചീഫ് എഞ്ചിനീയറുടെ വിശദീകരണം ലഭിച്ച ശേഷമായിരിക്കും ഏത് തരത്തിലാണ് ഈ ഉത്തരവ് പുതുക്കിയിറക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക. കാരണം ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി PA മുഹമ്മദ് റിയാസ് ചുമതലയേറ്റ ശേഷമാണ് നിരവധി പരാതികളും അതോടൊപ്പം തന്നെ നിവേദനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങിയത്. ഇതിൽ പലതും PWDയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള പരാതികൾ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വിചിത്രമായ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഒരു മന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകുന്നതിൽ നിന്ന് ജീവനക്കാരെ വിലക്കുക എന്നുള്ളത് തീർച്ചയായും അസ്വാഭാവികമായ ഒരു നടപടിയാണ്. മാത്രമല്ല, വിലക്കുക മാത്രമല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും ജീവനക്കാർ പരാതിയോ നിവേദനമോ നൽകി കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി എടുക്കും എന്ന മുന്നറിയിപ്പ് കൂടി ഈ സർക്കുലറിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ഉത്തരവ് റദ്ദാക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഉത്തരവിറക്കിയ ചീഫ് എഞ്ചിനീയറോട് വിശദീകരണം തേടിയതും. സുജയ. ശരി, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കര നഗരസഭയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPI കൗൺസിലറായ MJ ഡിക്സണും കോൺഗ്രസ് കൗൺസിലറായ CC വിജുവുമാണ് അറസ്റ്റിലായത്. ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ പരാതിയിലാണ് അറസ്റ്റ്. അബ്ദുൾ റഹീം നൽകും വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. അബ്ദുൾ റഹീം, ഗുഡ് ആഫ്റ്റർനൂൺ. തൃക്കാക്കരയിലെ സംഘർഷത്തിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെ? സുജയ, ഇന്നലെയാണ് തൃക്കാക്കര നഗരസഭാ കൗൺസിൽ ചേരുന്നതിനിടയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. ഈ പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ പണക്കിഴി വിവാദവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധങ്ങൾ തൃക്കാക്കര നഗരസഭയിൽ അരങ്ങേറിയതാണ്. ഈ സമയത്ത് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ ക്യാബിനിലേക്ക് കയറുന്ന ഡോറ് ചിലർ നശിപ്പിച്ചിരുന്നു. ഇത് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിലിൽ നിന്ന് പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷം കൊണ്ടുവന്ന അജണ്ടയ്ക്കെതിരെയാണ് ആദ്യമായി ഇത്തരത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർത്തിയത്. ഇതിനുശേഷം ഇത് കൗൺസിൽ നിർത്തിവെക്കുകയും തുടർന്ന് ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അജിത തങ്കപ്പനെതിരെ, അതായത് ചെയർപേഴ്സണെതിരെ പ്രതിപക്ഷ അംഗങ്ങളിൽ MJ ഡിക്സൺ ഇത്തരത്തിൽ ചെയർപേഴ്സണെതിരെ അസഭ്യം പറയുകയും അതുപോലെ തന്നെ ജാതിയുമായി അധിക്ഷേപിക്കുക കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിരുന്നു. കൂടാതെ 6 കൗൺസിലർമാർക്ക്, ഭരണപക്ഷത്തുനിന്ന് 3 പേർക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള 3 കൗൺസിലർമാർക്കും പരിക്കേറ്റിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ പരാതിയിൽ CPI നേതാവും പ്രതിപക്ഷ അംഗവുമായ MJ ഡിക്സണെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ അംഗങ്ങളെ ആക്രമിച്ചതിന്റെ പേരിൽ കോൺഗ്രസ് കൗൺസിലറായ CC വിജോയ്ക്കെതിരെയും പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സുജയ.
വ്യക്തമാണ്. അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അബ്ദുൾ റഹീം. തിരുവനന്തപുരം നഗരസഭയിൽ കൺസൾട്ടന്റായി നിയമിച്ച സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ക്രമക്കേടെന്ന് വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട്. കരാർ നൽകിയതിലെ അഴിമതിയും സർക്കാരിനുണ്ടായ ധനനഷ്ടവും കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഉറവിട മാലിന്യ സംസ്കരണത്തിനും IT സെൽ കൈകാര്യം ചെയ്യുന്നതിലും നിയമിച്ച കൺസൾട്ടന്റ് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിലാണ് അപാകത കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് നമുക്കൊപ്പം. VA ഗിരീഷ്, എന്തൊക്കെ അപാകതകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? തിരുവനന്തപുരം നഗരസഭയിലെ ചില കരാറുകളെക്കുറിച്ചുള്ള പരാതിയാണ് വിജിലൻസിന് ആദ്യമായി ലഭിക്കുന്നത്. 2020 നവംബർ മാസത്തിലാണ് ഈ പരാതി ലഭിക്കുന്നത്. തുടർന്ന് നവംബർ മാസത്തിൽ തന്നെ വിജിലൻസ് ഇക്കാര്യത്തിൽ ഒരു രഹസ്യ പരിശോധന നടത്തി. ഈ രഹസ്യ പരിശോധനയിലാണ് നഗരസഭ കരാർ നൽകിയിട്ടുള്ള ഉറവിട മാലിന്യ സംസ്കരണത്തിനും അതോടൊപ്പം തന്നെ IT സെൽ കൈകാര്യം ചെയ്യുന്നതിനും കൺസൾട്ടന്റായി കരാർ നൽകിയിട്ടുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ക്രമക്കേടുകളുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയത്. നിരവധി അപാകതകളാണ് വിജിലൻസ് ഈ രഹസ്യ പരിശോധനയിൽ കണ്ടെത്തിയത്. തുടർന്ന് വിജിലൻസ് സർക്കാരിന് അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിനകത്ത് വിജിലൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ ഓരോ വർഷവും നൽകിയാണ് ഇത്തരത്തിൽ കൺസൾട്ടൻസി കരാറുകൾ പുതുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാർ നൽകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം. അതോടൊപ്പം സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടം തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നും വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. ഈ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ അന്വേഷണം നടത്താനായി ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. VA ഗിരീഷ് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.